ഓം ശാന്തി. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഇത് ചെയ്തേ പറ്റൂ, മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. രാവിലെ 7 മണിക്ക് പോയാൽ രാത്രി 9 മണിക്കും 10 മണിക്കും വീട്ടിലെത്തുന്ന ഞാൻ ഈ തിരക്കിനിടയിൽ എങ്ങനെ ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യും? എങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമാക്കും? എങ്ങനെ ഞാൻ എനിക്ക് വേണ്ടതായിട്ടുള്ള അബണ്ടൻസ് അട്രാക്റ്റ് ചെയ്യും? ഇങ്ങനെയൊക്കെ കുറേ സഹോദരങ്ങളും സഹോദരിമാരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. സമയം എല്ലാവർക്കും 24 hours ഉള്ളൂ. നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഒരു 10-15 മിനിറ്റ് സമയം, ഉറങ്ങും മുന്നേ 10 മിനിറ്റ്, ഉണർന്ന് ഉടനെ 10 മിനിറ്റ്. 7 മണിക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ 5 മണിക്ക് ഉണർന്ന് അല്ലെങ്കിൽ 4 മണിക്ക് ഉണർന്ന് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഇതൊന്നും പറ്റില്ലെങ്കിൽ ഈ ഒരു 3 മിനിറ്റ് സമയം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു മെഡിറ്റേഷൻ ടെക്നിക്, മെഡിറ്റേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഇതിന് മന്ത്രം എന്ന് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ, അതല്ല എന്നുണ്ടെങ്കിൽ അഫർമേഷൻ എന്ന് പറഞ്ഞോളൂ. ഏത് പേരിട്ട് വിളിച്ചാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ശക്തമായിരിക്കുന്ന സങ്കല്പങ്ങൾ ഭഗവാനുമായി കണക്റ്റഡ് ആയിക്കൊണ്ട് ആ ഊർജം നിങ്ങളിലേക്ക് പ്രവഹിപ്പിക്കാൻ ചുരുങ്ങിയത് ഒരു 3 മിനിറ്റ് ഏകാഗ്രമാവണമെങ്കിൽ ഒരു ബാക്കിയുള്ള ഒരു 5 മിനിറ്റിൻ്റെ പ്രിപ്പറേഷനും കൂടി വേണം. ഇത്രയ്ക്ക് സമയം നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനും അതിലൂടെ നിങ്ങളുടെ ജീവിതം സുഖകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതിനു വേണ്ടിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ മെഡിറ്റേഷൻ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരു പക്ഷേ ഡ്രൈവ് ചെയ്തിട്ടും കേൾക്കാൻ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ ഈ വീഡിയോനെ ഇന്ന് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതായിരിക്കുന്ന സമയത്ത്, പലപ്പോഴും അമ്മമാരെനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ രാവിലെ അടുക്കളയിൽ കിടക്കുമ്പോൾ ആദ്യം സിസ്റ്ററുടെ ശബ്ദം ഞങ്ങൾ കേൾക്കും. അങ്ങനെ പറയുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനിക്കുള്ള പ്രേരണ. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ഈ വീഡിയോസ് കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് തീർച്ചയായിട്ടും നിങ്ങളിടണം. ആ കമൻറ്റിനൊക്കെ ഞാൻ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്നതായിട്ടുള്ള സപ്പോർട്ടായിട്ട്, എനിക്ക് തരുന്നതായിട്ടുള്ള ആശീർവാദമായി തന്നെ ഞാൻ അതിനൊക്കെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇത് ചെയ്തു നോക്കണം. അനുഭൂതി എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ പറയണം. ഇനി സപ്പോസ് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴാണ് ഇത് കേൾക്കുന്നതെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രീ ടൈമിൽ ഇരുന്നു കൊണ്ട് ഇത് അനുഭവം ചെയ്യാൻ വേണ്ടി കൊണ്ടുകൂടി ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മറ്റുള്ള ശബ്ദങ്ങളൊന്നും നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ, ഇനി അഥവാ മറ്റുള്ള ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് മ്യൂസിക്, മെഡിറ്റേഷൻ മ്യൂസിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂട്യൂബിൽ നമുക്ക് കിട്ടാനുണ്ട്. ഏതെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്യിച്ച ശേഷം നിങ്ങൾ കുറച്ച് സമയം വീടിൻ്റെ റൂമിൻ്റെ അന്തരീക്ഷമൊക്കെ മാറ്റുക. ഒന്നുകിൽ ചന്ദനത്തിരി കൊടുത്തുക, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പ്രേയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ ഒരു നല്ല ഫ്രാഗ്രൻസ് ഉള്ള മുറിയാക്കി മാറ്റുമ്പോൾ നിറച്ച് കൂളായിട്ടൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ വളരെ വേഗത്തിൽ നമുക്ക് ഏകാഗ്രത കൊണ്ടുവരാൻ പറ്റും. അങ്ങനൊരു സ്ഥലം ക്രിയേറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ റെഗുലറായിട്ടൊരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അനുഭവം കുറച്ച് കൂടുതൽ സ്ട്രോങ് ആയി കിട്ടും. അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വീട്ടിൽ ഏതെങ്കിലും ഒരു, ഇനി മുഴുവൻ റൂമൊന്നും വേണമെന്ന് ഞാൻ പറയില്ല, എന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലം സ്ഥിരമായി കൊണ്ട് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് കുളിച്ച് ശുദ്ധമായിട്ട്, രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും കുളിച്ച് ശുദ്ധമായി ഏതെങ്കിലും ഒരു വിരിപ്പിൽ ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരുന്നോളൂ. പക്ഷേ ഇരുന്നു കൊണ്ട് സിസ്റ്റർ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഗൈഡൻസ് അത് പ്രകാരം നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും കുറഞ്ഞ സമയത്തെ മെഡിറ്റേഷനേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ എല്ലാ അബണ്ടൻസും അട്രാക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഹെൽത്ത് നന്നാവാനും ഭഗവാനുമായിരുന്നൊരു ക്ലോസ് റിലേഷൻ അഥവാ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ മെഡിറ്റേഷൻ. അതുകൊണ്ട് ആ രീതിയിൽ തയ്യാറായിരുന്നു കൊണ്ട് തൽക്കാലം നിങ്ങൾ റെഡി ആയിട്ടില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തോളൂ, അന്തരീക്ഷം സെറ്റ് ചെയ്യൂ, എന്നിട്ട് ഇരുന്നിട്ട് നിങ്ങളിനി ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള മെഡിറ്റേഷൻ അന്തരീക്ഷം കേൾക്കൂ. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ആ റൂമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെല്ലുന്ന അവിടെയൊക്കെ ക്ലീൻ ചെയ്യുക. ഒരു കാര്യം പറയട്ടെ, മുറിയിലുള്ളിൽ ഇവിടെ കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടു, അവിടെ കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടു, അല്ലെങ്കിൽ കുറച്ച് കഴുകാനുള്ള തുണി അവിടെ ഇട്ടു, ഇങ്ങനെയുള്ള സ്ഥലത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കരുത്. നമുക്ക് ആ സമയത്ത് ആദ്യമായി ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ആ കോൺസെൻട്രേഷനോ എനർജി കിട്ടിക്കൊള്ളുന്നില്ല. പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ട്രെയിനിലോ എവിടെയും ഹോസ്പിറ്റലിലോ നിങ്ങൾക്ക് എവിടെയും പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ആദ്യമായി തുടങ്ങുമ്പോൾ
കുറച്ച് അന്തരീക്ഷമൊക്കെ നന്നാക്കി ചെയ്യണം. നിങ്ങൾക്ക് ആദ്യത്തെ പ്രാക്ടീസ് ബ്രഹ്മകുമാരി സെൻറ്ററിൽ അവിടെ പോയി കോഴ്സ് എടുത്തിട്ട് ഒരു അരമണിക്കൂറിന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇത്തരത്തിൽ ആ ഇരിക്കുന്ന ഒരു ഏരിയനെ ക്ലീൻ ആക്കി വെച്ചുകൊണ്ട് ആ ക്ലീൻലിനെസ് കൊണ്ടുവന്ന് അവിടെ ഏതെങ്കിലും ഒരു നല്ല സുഗന്ധം കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ വീണ്ടും ഈ മെഡിറ്റേഷന് വേണ്ടി യാത്ര ആരംഭിക്കണം. അപ്പം നമുക്കിന്ന് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കണ്ണുകൾ അടച്ചിട്ടല്ല നമ്മുടെ ബ്രഹ്മകുമാരി സെൻറ്ററിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, കണ്ണ് തുറന്നുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ ഒരു കാര്യത്തിലേക്ക് നോക്കാൻ പറ്റില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡോട്ടെങ്കിലും, ഒരു റെഡ് ഡോട്ടെങ്കിലും ഒരു പേപ്പറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു റൗണ്ടിലാക്കിയിട്ടോ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ, സ്ഥൂലമായിരിക്കുന്ന നേത്രങ്ങളെ ഉടക്കി വെക്കാൻ വേണ്ടിക്കൊണ്ട് മാത്രം ഒരു പോയിന്റ്, ബാക്കി മനസ്സോ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. അപ്പം അതുകൊണ്ടിരിക്കണം എല്ലാവരും ചമ്രം പടിഞ്ഞിരുന്ന ശേഷം നന്നായിട്ട് ഉള്ളിലേക്ക് ശ്വാസം വലിക്കുക. ആദ്യം ശ്രദ്ധിച്ചു നോക്കുക, പുറമേയുള്ള ഓരോരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പുറത്തെ മുറികളിൽ നടക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ടി വിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവാം, ചിലപ്പോൾ മൊബൈലിൽ സംസാരിക്കുന്ന ശബ്ദമായിരിക്കാം. അതൊക്കെ പതിയെ പതിയെ മാറ്റിക്കൊണ്ട് ആ റൂമിൻ്റെ ഉള്ളിലതായിരിക്കുന്ന ഫാനിൻ്റെ ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ AC യുടെ ശബ്ദമായിരിക്കാം, അതും കേട്ടു, അതിൽ നിന്നും വിഡ്രോ ചെയ്തു. ഇതെല്ലാം കേൾക്കുന്ന ഞാൻ ഭ്രൂമധ്യത്തിൽ ഒരു പ്രകാശ നക്ഷത്രമായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശ്രദ്ധേനെ പൂർണ്ണമായും എന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. പതിയെ ശ്വാസത്തെ നന്നായിട്ടുള്ളിലേക്ക് എടുക്കുക. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വായിലൂടെ പുറത്തേക്ക് വിടുക. നന്നായിട്ടുള്ളിലേക്ക് എടുക്കൂ, പതിയെ പുറത്തേക്ക് പോട്ടെ. ഒരിക്കൽ കൂടി നന്നായിട്ടുള്ളിലേക്ക് വലിച്ചോളൂ. ഒരു 2-3 സെക്കൻഡ് സമയം നിങ്ങളുടെ ഉള്ളിൽ ആ വായുവിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കൂ. വായിലൂടെ പതുക്കെ പുറത്തേക്ക് വിടൂ. എഗെയിൻ ഉള്ളിലേക്ക് എടുക്കൂ, മൂക്കിലൂടെ എടുക്കുക, പുറത്തേക്ക് വിടുക. ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് മനസ്സിലെ എല്ലാ വ്യർത്ഥസങ്കലങ്ങളും ഫുൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞു. ശരീരത്തിലൊരു കൂളിംഗ് എഫക്റ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങി. പതിയെ ഞാൻ എൻ്റെ ശ്രദ്ധയെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു ലൈറ്റായി കണ്ടുകൊണ്ട് ആ പരമമായിരിക്കുന്ന ലൈറ്റായ പ്രകാശസ്വരൂപനായ പരമാത്മാവിനെ, ഈശ്വരനെ, ഭഗവാനെ, അല്ലാഹെന്നോ യഹോവയെന്നോ ശിവനെന്നോ വിളിക്കുന്ന ആ നിരാകാരിയായ പ്രകാശസ്വരൂപത്തെ എൻ്റെ സമീപത്തേക്ക് ആഹ്വാനം ചെയ്യാണ്. ആ പരമപ്രകാശം എൻ്റെ സങ്കല്പങ്ങൾ കേട്ട് എൻ്റെ സമീപത്തെത്തിച്ചേർന്നിരിക്കുന്നു. തലയ്ക്ക് മേലെ ഒരു ദിവ്യ ചൈതന്യം പോലെ പ്രകാശിക്കുകയാണ്. അതിമനോഹരമായ സപ്തവർണ്ണങ്ങളിൽ പ്രകാശം പൊഴിക്കുന്ന ഒരു കുഞ്ഞ് സൂര്യനെ പോലെ ആ ഈശ്വര ചൈതന്യത്തെ അകക്കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്. ആ ദിവ്യ പ്രകാശത്തിനു മുന്നിൽ ഞാനും ഒരു പ്രകാശ നക്ഷത്രം പോലെ തിളങ്ങുകയാണ്. അനന്തമായ ശക്തികളുടെ, സമൃദ്ധിയുടെ ഊർജ്ജസ്രോതസ്സായ ആ ദിവ്യ പ്രകാശവുമായി ഞാൻ കണക്റ്റഡായിരിക്കുന്നു. സർവശക്തനായ പരമാത്മാവുമായി ഞാൻ കണക്റ്റഡായിരിക്കുന്നു. ആ സ്നേഹവും ശക്തിയും പ്രകാശധാരയായി എന്നിൽ പൊഴിയുകയാണ്. ഞാൻ തുറന്ന മനസ്സോടെ ആനന്ദം നിറഞ്ഞ അവസ്ഥയിൽ എന്നിലേക്ക് ആ ശക്തിയെ സ്വീകരിക്കുകയാണ്. ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ പ്രകാശം എൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും അനുഗ്രഹമായി എനിക്ക് വർഷിക്കുകയാണ്. സംതൃപ്തമായ, ശാന്തമായ, ആനന്ദഭരിതമായ സമൃദ്ധിയുടെ ഒരു നിമിഷത്തെ ഞാൻ അനുഭവിക്കുകയാണ്.
പ്രകാശവും ശക്തിയും എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. സംതൃപ്തമായ മനസ്സ് അതിമധുരമായ ആഴമുള്ള ശാന്തിയെ അനുഭവം ചെയ്യുകയാണ്. പരമചൈതന്യമായ സർവശക്തനായ ഭഗവാനോട് എന്നെ വഴികാട്ടാനും സംരക്ഷിക്കാനും എൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കാനുമായി ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, സർവശക്തനായ സ്നേഹസാഗരനായ പ്രകാശസ്വരൂപമായ അങ്ങ് എനിക്ക് വഴികാട്ടിയായി, എൻ്റെ രക്ഷകനായി എൻ്റെ ജീവിതയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ നയിച്ചാലും ഞാൻ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ പ്രകാശവും ശക്തിയും എൻ്റെ ജീവിതത്തിലെ എല്ലാ ആശീർവാദങ്ങളും എല്ലാ ആനന്ദങ്ങളും കൊണ്ടുവരികയാണ്. ഈ പ്രകാശം എന്നിൽ നിറഞ്ഞ് എൻ്റെ മനസ്സ് ശക്തിശാലിയായിരിക്കുന്നു. ഭയം, സംശയം, എല്ലാ നെഗറ്റീവുകളും, എല്ലാ ബലഹീനതകളും എന്നിൽ നിന്നൊഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശവും ശക്തിയും നിറയുകയാണ്. ആ ദിവ്യമായ ഊർജം എന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരമാത്മശക്തിയുടെ ദിവ്യാനുഭൂതി എന്നെ സദാ മുന്നോട്ട് നയിക്കുന്ന ശക്തിയായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും എന്നെ തടയാനാവില്ല. ഞാൻ ആ ഊർജം നേടി ശാന്തമായ മനസ്സോടെ സർവശക്തനായ ഭഗവാനൊപ്പം ആനന്ദത്താൽ, ശാന്തിയാൽ, ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് ദിവ്യപ്രകാശമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവ്യപ്രകാശം എൻ്റെ ശരീരമാകെ വ്യാപിക്കുകയാണ്. ഈ ശരീരത്തിലെ ഓരോ കണങ്ങൾ പോലും ആ പ്രകാശം നിറഞ്ഞ് സമ്പൂർണ്ണ ആരോഗ്യത്തെ നേടിയെടുക്കുന്നു. പൂർണ്ണമായി റിലാക്സ്ഡ് ആയിരിക്കുന്നു, ശക്തിശാലിയായിരിക്കുന്നു, പ്രകാശപൂരിതമായിരിക്കുന്നു. ഓം ശാന്തി ശാന്തി.